നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഒടുവിൽ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിരിക്കുകയാണ്. കഴിഞ്ഞ റമദാനിൽ സൗദി ജിദ്ദ എയർപോർട്ടിന്റെ പ്രവർത്തനങ്ങൾ താളം തെറ്റിയ സംഭവം വലിയ നാണക്കേടാണ് അധികൃതർക്ക് വരുത്തിവെച്ചത്. പ്രവാസികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ജിദ്ദ എയർപോർട്ടിലൂടെ കടന്നു പോകുന്നത്. അതിനാൽ ഈ സംഭവം വലിയ തലവേദനയാണ് അധികൃതർക്ക് ഉണ്ടാക്കി വെച്ചിരുന്നത്. എന്നാൽ അതിന് ഇപ്പോൾ ഒരു തീരുമാനം ആയിരിക്കുകയാണ്. ജിദ്ദ എയർപോർട്ടിന്റെ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചതായി അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ റമദാനിൽ വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങൾ താളം തെറ്റിയ സംഭവത്തെ തുടർന്നാണ് ഇപ്പോൾ അധികൃതർ നടപടി സ്വീകരിച്ചത്. വിമാനത്താവളത്തിന് നാണക്കേടുണ്ടാക്കിയ സംഭവത്തെക്കുറിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയത്. കഴിഞ്ഞ റമദാൻ മാസത്തിലാണ് ജിദ്ദ വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങൾ താളം തെറ്റിയ സംഭവം ഉണ്ടാകുന്നത്. കൃത്യസമയത്ത് പുറപ്പെടാനും വിമാനത്താവളത്തിൽ നിന്ന് പുറത്തു കടക്കാനുമാകാതെ നിരവധി യാത്രക്കാരും തീർത്ഥാടകരും പ്രതിസന്ധിയിലായിരുന്നു. സംഭവത്തെ തുടർന്ന് വിശദമായി തന്നെ അന്വേഷണം നടത്തിയിരുന്നു. അന്വേഷണത്തിൽ നിരവധി കാരണങ്ങളും ബന്ധപ്പെട്ടവർ ഇതിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഗ്രൂപ്പുകളായി എത്തുന്ന ഉംറ തീർത്ഥാടകരുടെ പ്രകൃതം, ബാഗേജുകളുടെ വലിപ്പക്കൂടുതലും ഭാരക്കൂടുതലും, ജീവനക്കാരുടെ എണ്ണത്തിലും യോഗ്യതയിലുമുള്ള കുറവ്, വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മ തുടങ്ങിയ കാരണങ്ങളാണ് പ്രധാനമായും ഇതിൽ കണ്ടെത്തിയത്. എന്നാൽ നിലവിൽ ഇത്തരം പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചതായി സിവിൽ ഏവിയേഷൻ പ്രസിഡന്റ് അബ്ദുൾ അസീസ് അൽ ദുവൈലിജ് പറഞ്ഞു. ഇതിന്റെ ഭാഗമായി ആവശ്യമായ സ്ഥലങ്ങളിലെല്ലാം നിരീക്ഷണ ക്യാമറകൾ അധികൃതർ സ്ഥാപിച്ചിട്ടുണ്ട്. എയർപോർട്ടിലേക്കുള്ള യാത്രക്കാരുടെ നീക്കം നിയന്ത്രണ വിധേയമാക്കി. ഹജ്ജ് ടെർമിനൽ വർഷം മുഴുവൻ പ്രയോജനപ്പെടുത്തും. ഇതിലൂടെ തിരക്ക് ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കും. യാത്രക്കാർക്ക് നൽകുന്ന ഏതെങ്കിലും ഒരു സേവനത്തിൽ സംഭവിക്കുന്ന വീഴ്ചകൾ പിന്നീടുള്ള മുഴുവൻ പ്രവർത്തനങ്ങളെയും ബാധിക്കുമെന്നും അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അബ്ദുൾ അസീസ് അൽ ദുവൈലിജ് പറഞ്ഞു. അതേസമയം കഴിഞ്ഞ ദിവസം ദുബായ് മെട്രോയിലുണ്ടായ സാങ്കേതിക തകരാറുകൾ പരിഹരിച്ചതായി റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചിരുന്നു. ഇതോടെ സർവീസുകൾ സാധാരണ നിലയിലായതായി RTA അറിയിക്കുകയായിരുന്നു. റെഡ് ലൈനിലാണ് സാങ്കേതിക തകരാർ അനുഭവപ്പെട്ടിരുന്നത്. ഇക്വിറ്റി സ്റ്റേഷനും ജബൽ അലി സ്റ്റേഷനും ഇടയിലുള്ള സർവീസുകളെയാണ് ഈ സാങ്കേതിക തകരാർ ബാധിച്ചത്. ഇതിനെ തുടർന്ന് ഇരു സ്റ്റേഷനുകൾക്കും ഇടയിലുള്ള യാത്രക്കാർക്കായി ബദൽ ബസ് സർവീസും ഏർപ്പെടുത്തിയിരുന്നു. സഹകരണത്തിന് നന്ദി അറിയിക്കുന്നതായും RTA ട്വിറ്ററിലൂടെ അറിയിക്കുകയായിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.